എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല ഒരു സുപ്രഭാതം നമുക്ക് മുന്നിൽ ജഗദീശ്വരൻ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ആ സുപ്രഭാതത്തിലേക്ക് വളരെ ഉന്മേഷത്തോടെ വളരെ നല്ലൊരു മെഡിറ്റേഷനിലൂടെ നമ്മൾ ഇന്ന് കടന്നിരിക്കുകയാണ്. ഇതിനായി നമുക്ക് അവസരം തന്ന ജഗദീശ്വരനോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മിറാക്കിൾ മോർണിംഗിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സുധി. ഞാൻ എറണാകുളം ജില്ലയിൽ മാമലയിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഇന്ന് ഈ മിറാക്കിൾ മോർണിംഗിൽ നമുക്ക് വേണ്ടി ദ ഗ്രോത്ത് ട്രാക്ക് എന്ന വിഷയത്തെക്കുറിച്ച്, ഗ്രോത്ത്, വളർച്ച എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി മുതിർന്ന ഒരു വ്യക്തിയാകുവാൻ താല്പര്യമായിരിക്കും. കുറച്ചുകൂടി മുതിരുമ്പോൾ യുവാവാനും പിന്നീട് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് വളർച്ച വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഏതൊരാൾക്കും വളർച്ച വളരെ താല്പര്യമുള്ളതാണ്. എന്നാൽ വളർച്ച ശരിയായ ദിശയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? ശരിയായ ദിശയിലുള്ള വളർച്ച എങ്ങനെയായിരിക്കണം? ആ വളർച്ച നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും, എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ട്, ശരിയായ രീതിയിലുള്ള വളർച്ചയാണോ എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ വളർച്ചയെക്കുറിച്ചിട്ടുള്ള, ആ വളർച്ചയുടെ ട്രാക്ക്, ദ ഗ്രോത്ത് ട്രാക്കിനെ കുറിച്ച് നമുക്കിന്ന് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് പറഞ്ഞു തരുവാൻ നമുക്ക് മുന്നിലെത്തുന്നത്. ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും വളർച്ചയിലൂടെ മുന്നോട്ട് പോവുകയും അത് വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, നമ്മുടെ വിന്നിംഗ് ടീമിന്റെ പ്രധാനപ്പെട്ട ട്രെയിനർമാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള വിമൽ സാറിനെ ഈ വേദിയിലേക്ക് ഗ്രോത്ത് ട്രാക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുവാൻ എല്ലാവരുടെ അനുവാദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വിമൽ സാർ. Okay. Thank you. Good morning one and all. Good morning all my family members. ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു പുലരിക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു. എന്നെ വളരെ മനോഹരമായിട്ട് തന്നെ സുധിമാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ഇന്നത്തെ ദിവസം എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സ്പെഷ്യൽ ആണെങ്കിൽ ഇന്നത്തെ ദിവസം അതിലേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇന്ന് April 7th വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അവനവന്റെ ആരോഗ്യം അവനവന്റെ അവകാശമാണ് എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരു പ്രത്യേകതയുള്ള ഒരു വർഷം കൂടിയാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനമായി നമ്മൾ ഇന്ന് ആചരിക്കുന്ന April 7. ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ, നമ്മുടെ കുടുംബങ്ങളിലും എല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാനിന്ന് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളതിൽ ഞാൻ ഹർഷപുളകിതനാണ്. കാരണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപക്ഷെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യ സാറിൽ നിന്ന് തുടങ്ങി അങ്ങനെ വരുന്ന എല്ലാവരും പറയാറുണ്ട്, ആരോഗ്യം അവനവന്റെ സമ്പാദ്യമാണ്, അത് കൈമോശം വരാതെ സൂക്ഷിക്കരുത്, എൻ്റെ ആരോഗ്യം എൻ്റെ കൈകളിലാണ്. ഈ സന്ദേശം നമ്മളിലും നമ്മുടെ കുടുംബത്തിലൂടെയും പ്രചരിപ്പിച്ച് നമ്മുടെ സമൂഹത്തെ എന്തുമാത്രം പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മൾ ആലോചിക്കുന്നത്. മറ്റു പലർക്കും പുതുമ തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞവരാണ്. വി ഡോണ്ട് ജസ്റ്റ് പ്രീച്ച് ബട്ട് വി ഡു പ്രാക്ടീസ്. നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടല്ല ഇരിക്കുക, നമ്മൾ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്, ആണോ അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നത്തെ ഈ ദിവസം April 7th നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും April 7th ആണപ്പോൾ എല്ലാ ദിവസവും ആരോഗ്യത്തെ പറ്റി ആരോടെങ്കിലും സംസാരിക്കാതെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സന്ദേശമോ അതിന്റെ അവർക്ക് അറിയേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള അവഗാഹമോ സൃഷ്ടിച്ചു കൊടുക്കാത്ത ഒരു ദിനവും നമുക്കുണ്ടാവില്ല. ഞാൻ സംസാരിക്കുന്ന ആരോടാണെന്ന് എനിക്ക് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തെ പറയുന്നത്. ഐ ടേക്കൺ ഗ്രാൻഡഡ്. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഓരോരുത്തരും സന്നിഹിതരാണെന്നുണ്ടെങ്കിൽ, കൃത്യസമയത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവരും അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്കും ഈ സുദിനത്തിൽ, ഈ വേൾഡ് ഹെൽത്ത് ഡേയിൽ, ലോകാരോഗ്യ ദിനത്തിൽ നമുക്ക് നമ്മളോടും
നമുക്ക് സമൂഹത്തോട് വിളിച്ചു പോകാനുള്ളതാണ്. അതുപോലെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ് കമ്മിറ്റ്മെന്റ്. അതിനാണ് ഇന്ന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക. ഒരു പക്ഷേ കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു പദം ഉപയോഗിക്കും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറേണ്ട എല്ലാവരും കയറി ഒന്നൊന്ന് ചെക്ക് ചെയ്ത്, ഞായറാഴ്ചയായിട്ടുള്ള ഒരു ആനുകൂല്യം ഉണ്ട് എങ്കിലും ഞായറാഴ്ചക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഇന്ന് ധൃതിയൊന്നും കൂട്ടണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ 7 മണിക്ക് മുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും ഒക്കെ ഒരു ആലസ്യത്തിലാണെങ്കിൽ ഒന്ന് വിളിച്ചു പൊക്കിയരാം. കാരണം നല്ലൊരു ടോപ്പിക്കാണ്. പ്രധാനമായിട്ടും അർപ്പണ മനോഭാവം, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ കാണിക്കേണ്ട ചില നീതി പുലർത്തേണ്ട ചില ഘടകങ്ങൾ, അവിടെയാണ് കമ്മിറ്റ്മെന്റ് വരുന്നത്, അല്ലേ? എനിക്ക് എന്നോട്, എൻ്റെ സ്വപ്നങ്ങളോട്, സത്യത്തിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് നമ്മളോട് കാണിക്കേണ്ടത് എന്തിനോടാണ്? അപ്ലൈനോടോ ടീമിനോടോ ഫാമിലിയോടോ ഒക്കെ കാണിക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ വൺ ഷുഡ് ബി കമ്മിറ്റഡ് ടുവാർഡ്സ് ഹിസ് ഓർ ഹെർ ഓൺ ഡ്രീം എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയായിട്ട് മറ്റുള്ള ജീവജാലങ്ങളും ജന്തുജാലങ്ങളും എല്ലാം പ്രവർത്തിക്കുന്ന പോലെ നമുക്കും 6 ദിവസത്തിൽ നിന്നും ഭിന്നമല്ല ഞായറാഴ്ചയും എന്ന് പ്രവർത്തനത്തിലൂടെ കാണിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് 6 ദിവസം പ്രവർത്തിച്ച് 1 ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ 7 ദിവസം പ്രവർത്തിച്ച് ഇനിയും ഉണ്ടോ ദിവസങ്ങളെന്ന് ചോദിക്കേണ്ടതാണ്. എന്നിട്ട് ഇത്ര കാലത്തെ ഉണർന്ന് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർമ്മനിരതരാക്കാൻ ഒരു പക്ഷേ എൻ്റെ ഈ 20 മിനിറ്റ് നേരത്തെ സംസാരത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പദമെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ ഞാൻ ധന്യനാണ്. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, ആരെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മളോട് ഉയരണം, വളരണം എന്ന് വിചാരിക്കുന്നവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ദയവ് ചെയ്ത് എക്സ്റ്റെൻഡ് എ വാം ഹാൻഡ്, നമ്മൾ നന്നായിട്ട് കൈ പിടിച്ചുയർത്തി അവരെ മുകളിൽ കൊണ്ടുവരും. അത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് യുവർ സെൽഫ്. മറ്റുള്ളവരുടെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ പൂർത്തീകരിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു ചവിട്ടുപടി വേറെയില്ല. ശരിയല്ലേ? അപ്പം അവനവന്റെ ആരോഗ്യം അവനവന്റെ സമ്പാദ്യമാണ്, അവന്റെ അവകാശമാണ്, അവന്റെ കൈമുതലാണ്. കൈമോശം വരാതെ സൂക്ഷിക്കുക. ഒരിക്കൽ കൈമോശം വന്നു തുടങ്ങിയാൽ പിന്നീട് തിരിച്ചു പിടിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. ബാക്കി ഏത് സമ്പാദ്യവും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ഹെൽത്ത് ഈസ് സംതിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വിഷമിക്കുന്ന, നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ കാണുന്ന ഏറ്റവും വലിയ വിഷമാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന മിക്കവാറും അനാരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യവും അനാരോഗ്യവും നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ആരോഗ്യമാണ്. ആരോഗ്യം നശിക്കുമ്പോഴാണ് അനാരോഗ്യം കടന്നു വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെൽനസ് അഥവാ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ പുറം ലോകം സംസാരിക്കുന്നത് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസീസ് മാനേജ്മെന്റിനെ പറ്റിയാണ്. രണ്ടും നമുക്ക് അജഗജാന്തര വ്യത്യാസമുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ ബിസിനസ് താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇതിനെ രണ്ടിനെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കാണ്. ഇന്ന് വേണമെങ്കിൽ അതായിരുന്നു സംസാരിക്കാവുന്നത്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ ആ കണ്ടിന്യൂ ചെയ്തു വരുന്ന പ്രൊസീജിയർ പ്രകാരം ഇന്നത്തെ ദിവസം വരേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്ക് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടും നമ്മൾ ഇന്ന് അത് തന്നെ സംസാരിക്കും. അപ്പൊ റെഡി ആണെങ്കിൽ ഞാനൊരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നിങ്ങളെ കടത്തിവിടാം. ഇതിനകത്ത് നോട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷെ പ്രവർത്തിക്കാൻ എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടു പോകാനുള്ളതല്ല, മറിച്ച് പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണ് എല്ലാം. റെഡി ആണെന്നുണ്ടെങ്കിൽ എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേരെ, വൈ എന്ന് ടൈപ്പ് ചെയ്താലും മതി, ഉൾക്കൊണ്ടോളാം. ഓക്കെ, ഞാനിപ്പോ ഷെയർ ചെയ്യുന്ന സ്ലൈഡ് കംപ്ലീറ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണേ. കംപ്ലീറ്റ് ആണോ എന്നൊന്ന് അറിയുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു ടോപ്പിക്കും നിങ്ങൾ ഓരോരുത്തരും കമ്മിറ്റഡ് ആണെന്നുള്ള കൺഗ്രാജുലേഷൻസ് ഈച്ച് വൺ ഓഫ് യു. എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ കാലത്തെ കയറുക, അതും വിശേഷം ഞായറാഴ്ചയായി. അത് തന്നെ ഒരു കമ്മിറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് യു ആർ കമ്മിറ്റഡ്, നോ ഡൗട്ട്, അബ്സല്യൂട്ട്ലി. പക്ഷേ പെർസെന്റേജ് ഓഫ് കമ്മിറ്റ്മെന്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നത്തിങ് ബട്ട് ആൻ അൾട്ടിമേറ്റ് പാരാമൗണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റിന് 100% എന്നുള്ളൊരു സാധനമില്ല. 99.9% എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയാറുണ്ട് ബിലീഫിന് അല്ലെ ഫെയ്ത്തിന് 100% ഉള്ളൂ. പക്ഷെ കമ്മിറ്റ്മെന്റിന് 100% എന്നൊരു സാധനം നടക്കില്ല. നമ്മളിങ്ങനെ ചെയ്ത് ഇംപ്രൂവ് ചെയ്യാം. യു ക്യാൻ കീപ് ഇംപ്രൂവ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ന്യൂസ്. അങ്ങനെയാണെങ്കിൽ എന്താന്ന് നോക്കാം. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. വിജയത്തിന് പ്രത്യേകിച്ച് ഇടവഴികളോ കൂടുവഴികളോ ഒന്നുമില്ല. ആരെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ബട്ട് ഷോർട്ട് കട്ട്. വെസ്റ്റീജ് ബിസിനസ്സോ വിന്നിംഗ് ടീമോ ഒരിക്കലും നിങ്ങളോട് ഷോർട്ട് കട്ടുകളല്ല പറഞ്ഞു തരുന്നത്. നിങ്ങളോട് സ്മാർട്ട് വർക്ക് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഷോർട്ട് കട്ടല്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് സ്മാർട്ട് വർക്ക്. ഇപ്പൊ ചെയ്യാത്ത പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ കുറച്ച് നീണ്ടുപോകും. പലപ്പോഴും നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെ, സൂചി കൊണ്ട് എടുക്കാവുന്നത് പിന്നെ തൂമ്പ് കൊണ്ട് എടുക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ഫൈനാൻഷ്യലോ ആരോഗ്യപരമായ, കാരണം രണ്ടും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് വെൽത്ത്. ആരോഗ്യവും ആവശ്യമാണ്, സമ്പാദ്യവും ആവശ്യം. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുകയാണെങ്കിലോ വാട്ട് എ ബ്യൂട്ടി.
യെസ്. പലപ്പോഴും ഒന്ന് കോംപ്രമൈസ് ചെയ്ത് മറ്റൊന്നാണ് ആളുകൾ നേടാറുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുമിച്ച് കിട്ടും. അപ്പൊ അതുകൊണ്ട് there is no short cut to success. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സോറി, കറക്റ്റ് ഇറ്റ് ടുഡേ. there is nothing called short cut and no substitute to hard work. അപ്പൊ വീണ്ടും അപ്പൊ പിന്നെ ഇച്ചിരി മുമ്പേ പറഞ്ഞതോ, ഞാൻ പറഞ്ഞത് ഹാർഡ് വർക്ക് എന്നുള്ളതിനെ നമ്മളിവിടെ വിഭജിക്കുന്നത് സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് തന്നെയാണെങ്കിലും, നമ്മൾ എംപ്ലോയി ആണെങ്കിലും സെൽഫ് എംപ്ലോയി ആണെങ്കിലും വീട്ടമ്മയാണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മളെല്ലാം നമ്മുടെ മേഖലകളിൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് സാമ്പത്തികപരമായ ഒരു മെച്ചമോ ആരോഗ്യപരമായ ഒരു മുൻതൂക്കമോ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ വിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടാം. അപ്പൊ അവിടെയാണ് നമ്മൾ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യണം. ക്ലിയർ അല്ലേ? കാലത്ത് ഉണരുക, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് വേറെല്ലാം ഉണ്ട്. റെക്കോർഡ് കേട്ടാൽ പോരെ, ഒരിക്കലും നിങ്ങൾക്ക് ഇമ്പാക്റ്റ് കിട്ടില്ല. അപ്പൊ ദർ ഇസ് നോ ഓവർനൈറ്റ് സക്സസ്. ചിലർ അങ്ങനെ പറയുന്നുണ്ട്. ഫ്ലൈ ബൈസ് ഈ നമ്മൾ കേട്ടില്ലേ, ഇവിടെ നമ്മുടെ ഇപ്പൊ തന്നെ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് സ്കീമുകളും അവയുടെ പെട്ടെന്നുള്ള വളർച്ചയും പെട്ടെന്നുള്ള അധപ്പതനവും ഉണ്ട്. അതെന്തുകൊണ്ടാണ്? there is nothing called overnight success. ഒരു രാത്രി കൊണ്ട് പണക്കാരനാവാം, ഒരു രാത്രി കൊണ്ട് ദിനേന, ഒരു രാത്രി കൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താം എന്നൊക്കെ പറയുന്നത് വെറുതെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ലാസ്റ്റിംഗ്. അങ്ങനത്തെ ഇതൊന്നും നിലനിൽക്കുന്നതായിരിക്കും. കാണും ഈയാമ്പാറ്റയുടെ ചിറക് പോലെ അല്ലേ, പെട്ടെന്ന് മുളയ്ക്കും പെട്ടെന്ന് കൊഴിഞ്ഞു, ഇല്ലെങ്കിൽ കുറഞ്ഞു പോയി, നിലനിൽക്കാത്തതാണ്. അപ്പം ലെറ്റ് us not think about that. ഇതിനകത്തൊക്കെ അധ്വാനിക്കേണ്ടി വരില്ലേ, കൃത്യമായ കുറെ കാര്യങ്ങൾ ചെയ്യണ്ടേ, അപ്പുറത്താണെങ്കിൽ അത് ചെയ്യണ്ട, പെട്ടെന്ന് അങ്ങ് പണക്കാരനാവാം എന്നൊക്കെ പറഞ്ഞ് പണക്കാരായ പലരെയും നമ്മളിപ്പോൾ ചുറ്റുവട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അറ്റ്ലീസ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇതിനകത്ത് ഇനിയിപ്പോൾ വിജയിക്കാതിരിക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ പോലും മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചും പാത്തും നടക്കേണ്ട ഗതികേട് എന്തായാലും ഉണ്ടാകും. സോ ദർ ഈസ് നത്തിങ് കോൾഡ് ഓവർനൈറ്റ് സക്സസ് ആൻഡ് ദർ ഈസ് നത്തിങ് കോൾഡ് ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് ലാസ്റ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഒരുപക്ഷെ ഇച്ചിരി ഗ്രാറ്റിഫിക്കേഷൻ ഡിലേഡ് ആയാലും ലെറ്റ്സ് ബിലീവ് ഇൻ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ക്വിക്ക് ആയിട്ടുള്ളതിനെ പറ്റി ക്വിക്ക് ഗോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? ക്വിക്ക് സിൽവർ, ക്വിക്ക് ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ. സോ കമ്മിറ്റ്മെന്റ് ഈസ് വാട്ട് ട്രാൻസ്ഫോംസ്. ശ്രദ്ധിച്ച്, വളരെ നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? നല്ല സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആണെന്ന് തോന്നുന്നു. ഒരു വൈ എന്നൊന്ന് ടൈപ്പ് ചെയ്തത്. കമ്മിറ്റ്മെന്റ് ഈസ് നോട്ട് വിച്ച് ട്രാൻസ്ഫോംസ് യുവർ പ്രോമിസ് ടു റിയാലിറ്റി. ആരോടൊക്കെ നിങ്ങൾ വാഗ്ദാനം കൊടുക്കുന്നുണ്ടോ, വാഗ്ദാനങ്ങളെ സത്യാവസ്ഥയിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് കമ്മിറ്റ്മെന്റ്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഒരു പക്ഷെ നമുക്ക് എവിടെയെങ്കിലും സ്ക്രീൻ സേവറായിട്ടൊക്കെ ഇടാൻ പറ്റും, ബെഡ്റൂമിൽ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റും. നല്ല സ്റ്റേറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞതിന്റെ ഷോർട്ടസ്റ്റ് സിംപ്ലസ്റ്റ് ഡെഫിനിഷനാണ് ഇറ്റ് ട്രാൻസ്ഫോംസ് പ്രോമിസ് ടു റിയാലിറ്റി. ആർക്കെങ്കിലും നമ്മൾ നമ്മളോടോ നമ്മുടെ വേണ്ടപ്പെട്ടവരോടോ നമ്മുടെ ടീമിനോടോ ഫാമിലിയോടോ കൊടുക്കുന്ന ഒരു ഇതുണ്ടെന്ന്, ഒരു പ്രോമിസ് ഉണ്ടെന്ന് വെച്ചു. നിനക്ക് ഞാൻ ആ വണ്ടി മേടിച്ചത്, നിന്നെ ഞാൻ ഇന്ന അടുത്ത് ടൂറിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര പോകുന്നുണ്ടാവും, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റി ആക്കി മാറ്റണമെങ്കിൽ വേണ്ട ഒരേ ഒരു സാധനത്തിന്റെ പേരെന്താണ്? കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റിന്റെ അഭാവമാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളാവാതെ പോകുന്നെങ്കിൽ. പിടുത്തം കിട്ടിയില്ലേ? നാളെ കയറി ഇതാരും ചോദിച്ചുകൊണ്ടിരുന്നു, സ്വപ്നങ്ങളൊക്കെ ഒന്നും എനിക്ക് കുറവില്ല സാറേ, പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല സാറേ എന്ന് പറഞ്ഞെങ്കിൽ ആ റിയാലിറ്റിയിലേക്ക് വരാത്ത ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഞാൻ മുറുകെ പിടിക്കുക. ആരെ? കമ്മിറ്റ്മെന്റ്. ആൻഡ് കമ്മിറ്റ്മെന്റ് ക്യാൻ ബി കീപ് ഇംപ്രൂവിങ്. നിങ്ങൾ എല്ലാവരും കമ്മിറ്റഡ് ആണെങ്കിലും ഇനിയും ഇംപ്രൂവ് ആവാം. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഇൻട്രസ്റ്റഡ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എക്സ്ക്യൂസ് കണ്ടെത്താൻ പറ്റും അല്ലേ? ടെന്നീസ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ബാഡ്മിന്റൺ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് അല്ലേ, സ്വിമ്മിങ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയും. പക്ഷെ എല്ലാ ദിവസവും പോകും ഇല്ല, സമയം സൗകര്യമൊക്കെ ഒത്തു കിട്ടുവാണെങ്കിൽ പോകും. അതാണ് ഇൻട്രസ്റ്റഡ്. താല്പര്യമുണ്ട് എന്ന് പറയും. ജസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വല്ലപ്പോഴും തോന്നുമ്പോഴൊക്കെ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എക്സ്ക്യൂസുകൾ കടന്നു വരും. ഇന്ന് ചൂട് അല്പം കൂടുതലായിപ്പോയി, പിന്നെ ഇന്ന് കല്യാണമുണ്ട്, മാമോദീസയുണ്ട്, ബലവിളിയുണ്ട്, അടിയന്തരമുണ്ട് അല്ലേ? അവിടെയൊക്കെ എക്സ്ക്യൂസ് പൊങ്ങി വരുന്നത് എന്താ? താല്പര്യമുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. സാഹചര്യം അനുവദിക്കായിരുന്നെങ്കിൽ ഞാൻ ആരായി തീരുവാൻ, എന്തൊക്കെയായ അവിടെ എക്സ്ക്യൂസ് വരുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് മാത്രം. അതേസമയം കമ്മിറ്റഡ് ആണെങ്കിലോ പ്രാധാന്യം, മുൻതൂക്കം കൽപ്പിക്കും. കം വാട്ട് മേ. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഇന്ന് 6 മണിക്ക് ഇന്നലെ ലേറ്റ് ആയിട്ട് കിടന്നവരുണ്ടാവിക്കൊണ്ട് ഇന്ന് കയറാതിരിക്കാൻ 100 കാരണങ്ങളുള്ളവരുണ്ട്. ഞാനായി എന്നതുള്ളതൊന്നുമല്ല നിങ്ങൾ വന്നേക്കുന്നത്, ഞാൻ പറയുന്നതുകൊണ്ടായതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളോടും നിങ്ങൾ ചിലരോട് കൊടുത്ത വാക്കിനോടും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞേക്കുന്ന വാക്കുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റ്മെന്റ്. അവിടെയാണ് പ്രയോറിറ്റൈസ്ഡ്, പ്രാധാന്യം കൽപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ എക്സ്ക്യൂസ് ഉണ്ടാവില്ല. എക്സ്ക്യൂസ് വരുന്നപ്പോഴാണ് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇൻട്രസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതേസമയം ഐ ആം കമ്മിറ്റഡ് ടു മൈ ഡ്രീം, ഐ ആം കമ്മിറ്റഡ് ടു
ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ യു വിൽ നോട്ട് ഫൈൻഡ് ഔട്ട് ആൻ എക്സ്ക്യൂസ്. ഇപ്പൊ മനസ്സിലായില്ലേ? എക്സ്ക്യൂസൈറ്റ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. എക്സ്ക്യൂസൈറ്റ് അതൊരു രോഗം. ആ രോഗം വരുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ജിമ്മിൽ പോകണമെന്ന് വലിയ താല്പര്യം, പറ്റുന്നില്ല. എന്താ? എഴുന്നേക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റേ ഉള്ളൂ. അതേസമയം കമ്മിറ്റഡ് ആണെങ്കിലോ, എനിക്ക് വെയിറ്റ് റിഡക്ഷൻ എന്റെ കമ്മിറ്റ്മെന്റ് ആണ്. ഐ കമ്മിറ്റഡ് ടു മീ ദാറ്റ് വിത്തിൻ 3 months ഐ വിൽ റെഡ്യൂസ് 9 kg എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കമ്മിറ്റ്മെന്റ്. അപ്പോഴാണ് നമ്മൾ വെസ്ലിം ഡ്രിങ്കിങ്, വെസ്ലിം സിസ്റ്റത്തിലേക്ക് കയറുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ നോസും നമുക്ക് ഡൂസ് ആയിട്ട് വരും. നോ എന്ന് പറയുന്നൊരു പദം ഉണ്ടാവില്ല. എല്ലാം ആൾ വൈ ടു വൈ നോട്ട്. വൈ എന്നുള്ളതിന് പകരം വൈ നോട്ട് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൽ നിന്നും കമ്മിറ്റ്മെന്റിലേക്ക് മാറും. അതുപോലെ വൈ 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 എന്ന് ചോദിച്ചാൽ നടക്കും. ഒരിക്കൽ കമ്മിറ്റ്മെന്റ് വന്നാൽ വൈ നോട്ട്, വൈ കാണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ. ഇപ്പൊ അപ്ലൈനെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റേ ഉള്ളൂ, കമ്മിറ്റ്മെന്റ് ഇല്ല. അതേസമയം നിങ്ങളോട് കമ്മിറ്റഡ് ആണെങ്കിൽ അപ്ലൈനോട് വിളിച്ചിട്ട് പറയുന്നത് ഐ ഡിഡ് ഇറ്റ് ഇൻ ദാറ്റ് വേ, അങ്ങനെ ശ്രമിച്ചപ്പോൾ നടന്നില്ല, പക്ഷെ ഇങ്ങനെ ശ്രമിച്ചു, ഇന്ന് അത് വിചാരിച്ച് ക്യാൻസൽ ആയി, പക്ഷെ പകരം ഇത് ഞാൻ ചെയ്തു. മറ്റേതങ്ങനല്ല സാറേ, ഞാൻ 5 അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തു ഞായറാഴ്ച, പക്ഷെ എല്ലാം ക്യാൻസൽ ആയ സാർ. അതെന്തുകൊണ്ടാണ്? കമ്മിറ്റഡ് അല്ല. നിങ്ങൾ 5 പേരും 15 ബുക്ക് ചെയ്യും. കാരണം 5 ക്യാൻസൽ ആയാലും 10 ക്യാൻസൽ ആയാലും വീണ്ടും 5 ഉണ്ടല്ലോ. അതാണ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, സോ ലേൺ, ബിലീവ് ആൻഡ് ഡു ഇറ്റ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ബിലീവ് അല്ലേ. ലേൺ, ഡു, ടീച്ച് എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. പഠിക്കുക, വിശ്വസിക്കുക. ആദ്യം നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയിൽ വിശ്വാസം ഉണ്ടാകും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വിശ്വാസം, എന്നിട്ട് ചെയ്യും. അപ്പൊ റിസൾട്ട് ഉണ്ട്. ഇപ്പൊ പലപ്പോഴും അങ്ങനല്ല, അപ്ലൈനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പിന്നെ സിസ്റ്റം പ്ലെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയും ചെയ്യുന്നത്. അവിടെ ബിലീവ് എന്നുള്ളൊരു ഫാക്ടർ കുറവായിരിക്കും. ലേണും ഡൂവും ഉണ്ട്, ഇതില്ല, ബിലീവ് ഇല്ല. യു ഹവ് ടു ബിലീവ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. ദാറ്റ്സ് കോൾഡ് കമ്മിറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഇതിനേക്കാൾ വ്യക്തമായിട്ട് എന്ത് ഡെഫിനേഷനാണ് പറഞ്ഞുതരാൻ പറ്റും? സോ കമ്മിറ്റ്മെന്റ് ഈസ് ആൻ ആക്ട്, നോട്ട് എ വേർഡ്. പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല കമ്മിറ്റ്മെന്റ്, ചെയ്ത് കാണിക്കാനുള്ളത്. സോ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ക്ലോസ് ദെയർ മൗത്ത് ആൻഡ് ഗെറ്റ് ഓൺ ടു ആക്ഷൻ. വെറുതെ പറഞ്ഞു, നിങ്ങളുടെ ടീമിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ടീമിൽ തന്നെ ഇങ്ങനെ ഞാൻ ഇപ്പൊ അത് ശരിയാക്കി തരാം, അത് ശരിയാവും, ഇത് ശരിയാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണം, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അവരൊക്കെ മറ്റേ പാർട്ടികൾ ആരാണ്? ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ കമ്മിറ്റഡ് അല്ല. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൺലി ബൈ ആക്ഷൻ. Commitment can only be substituted by action. Nothing more, nothing less. Clear ആണോ? സോ സൈനിങ് അപ്പ് ജിംനേഷ്യം നല്ലൊരു എക്സാമ്പിൾ ആണ്. എപ്പോഴും എനിക്ക് പറയുമ്പോൾ ഇത് പറയാതെ വിട്ട് പോകാൻ പറ്റില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്നെ കേട്ടിട്ടുള്ളവർക്ക് പറയാം ഇത് തന്നെയാണല്ലോ അന്നും പറഞ്ഞു, അതേ പറയാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ ജിമ്മിൽ പോകണം ഏപ്രിൽ 1 തീയതി അല്ലെങ്കിൽ ജനുവരി 1 തീയതി എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ് പറ്റും. മിക്കവാറും 1 തീയതിയിലാണല്ലോ നമ്മൾ ഇങ്ങനത്തെ റെസൊല്യൂഷൻസ് എടുക്കുന്നത്. എന്ന് പോകുന്നത് നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്കൂട്ടാം. ജിമ്മിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യും? ആദ്യം തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യും. അത് മിക്കവാറും 1 തീയതി, ഏതെങ്കിലുമൊക്കെ 1 തീയതി അല്ലേ. എന്നിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും. ഇതുപോലെ ഫുഡിൽ ഞാനൊന്ന് ക്രമീകരിക്കാൻ, കാലത്ത് എഴുന്നേറ്റും ജിമ്മിൽ പോകും, കംഫർട്ടിലെ മഴയായാലും വെയിലായാലും പോകും എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പോകും. നമ്മൾ അവിടെ ജിമ്മിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് നാളെ തൊട്ട് ഞാൻ വർക്ക് ചെയ്യും അല്ലേ. ഇവിടുത്തെ കാണുന്ന ഇക്വിപ്മെന്റ്സ് കാണുമ്പോൾ ഇതെല്ലാം കൂടെ ഒരാഴ്ച കൊണ്ട് എനിക്ക് എല്ലാത്തിലും വർക്ക് ചെയ്യണം എന്നൊക്കെ അങ്ങോട്ട് പ്ലാൻ ചെയ്യും അല്ലേ. അങ്ങനെയാണല്ലോ ചെല്ലുന്ന സീൻ അങ്ങനെയാണല്ലോ. നെഞ്ചൊക്കെ വിരിച്ച് ഇതിപ്പോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരിക്കും പോകും. അത് കഴിഞ്ഞിട്ടോ അവിടുത്തെ ഒരു മസിൽമാനെ കാണുമ്പോൾ ഈ മസിൽ പോലത്തെ ഒരു മസിലായിരിക്കും എനിക്കും ഉണ്ടാവാൻ പോകും എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ അവിടെ പോയി ആദ്യം കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 1 മാസത്തെ മെമ്പർഷിപ്പ് ഒന്നും അല്ല സാറേ, ആശാനോട് എന്താ പറയാൻ പോകും? എന്തിനാ 1 മാസം, 1 വർഷത്തെ അങ്ങ് എടുത്തു. കാരണം എന്നോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് അല്ലേ എന്നും പറഞ്ഞാണ് ജിമ്മിൽ പോയിട്ട് മാസം മന്ത്ലി ഒന്നും തരുന്നതിനേക്കാൾ നല്ലത് ഗൂഗിൾ പേ ഇപ്പൊ ചെയ്തു തരാം 1 വർഷത്തേക്കെന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് എടുക്കും. എന്നിട്ടോ നമ്മൾ പോകണം റെഗുലർ അതേ ട്രെയിനറിന്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. അയാൾ പറയുന്ന ഡയറ്റാണ് കഴിക്കേണ്ടത് അല്ലേ. ഇതേപോലെ ചെയ്ത വ്യക്തിയാണ് ഇച്ചിരി മുമ്പേ കണ്ട ആ മസിൽമാൻ. അതേ ട്രെയിനർ പഠിപ്പിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചിട്ടവട്ടങ്ങളോട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മസിൽമാൻ ആയത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കും വിശ്വാസം. ഇക്വിപ്മെന്റ് സെയിം ആണ്, ജിമ്മ് സെയിം ആണ്, ട്രെയിനറും സെയിം ആണ്. പക്ഷെ എന്നിട്ട് എന്ത് പറ്റും? ഈ ഒരു സാധനത്തിലാണ് ഒരു ചെറിയ കുറവ്. എന്തോന്ന്? പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എപ്പോ നോക്കിയാലും ആശാൻ ഒരു കാര്യം പറയാനുള്ളൂ, PSC പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ. നീ കാലത്ത് എഴുന്നേക്കണം, ആളുകളെ ഇൻവൈറ്റ് ചെയ്യണം, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്, സൈൻ അപ്പ് അല്ലെ, അല്ലെങ്കിൽ ഷോ ദ പ്രൊഡക്റ്റ്, സെൽ ഇറ്റ്. ഇത് തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ 2-3 ദിവസം ജിമ്മിൽ പോകുന്ന ആ താല്പര്യത്തോടെ പോകുന്നുണ്ടാവും. 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് പതുക്കെ നമ്മൾ നമ്മളായിട്ടുള്ള ചില എക്സ്ക്യൂസുകൾ കണ്ടെത്തും. അത് ഈ ആശാൻ അറിയില്ലല്ലോ, എന്റെ അപ്ലൈൻ അറിയില്ലല്ലോ, എന്നും ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്റേതായിട്ടുള്ള ചില പരാധീനതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്നെ അലട്ടുന്നുണ്ടല്ലോ. അവിടെ വെച്ച് നമ്മൾ പ്രാക്ടീസ് എന്നുള്ളത് പതുക്കെ വെർബലാവും, ആക്ഷനിൽ വരില്ല. ഇത് തന്നെയാണ് ജിമ്മിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം സെയിമാണ്, കമ്പനി സെയിമാണ്, പ്രൊഡക്റ്റ് സെയിമാണ്, സാഹചര്യം സെയിമാണ്, മാർക്കറ്റ് സെയിമാണ്. പക്ഷെ പ്രാക്ടീസ് ഈ ഒറ്റ ഒരു സാധനമാണ് എല്ലാ ഡിഫറൻസിലും.
ആ മസിൽമാനും ഞാൻ മസിൽ പിടിക്കാതെ പോകുന്നതിന്റെ ഒരേ ഒരു കാരണം ബാക്കിയൊക്കെ സെയിം ആണെങ്കിലും പ്രാക്ടീസിന്റെ ഒരു അഭാവം വരുന്നു. ഇവിടെയും പലരും ക്രൗൺ ആവുന്നു, പലതും അച്ചീവ് ചെയ്യുന്നു, ഞാനൊന്നും ആവുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരെയും നിങ്ങൾ കുറ്റം കണ്ടെത്താൻ പോകണ്ട. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റ്മെന്റിൽ എവിടെയോ വെള്ളം ചേർത്തു. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹോബിയാണ് വളർത്തുന്നത്, ഇൻട്രസ്റ്റഡ് വല്ലപ്പോഴൊക്കെ ചെയ്യുക. സോ ചെക്ക് യുവർ സെൽഫ്, ആർ യു കമ്മിറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ്? ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ആരെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്കൊരു ആവേശം കിട്ടാൻ വേണ്ടിയോ ആരെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് സംഭവം പിടുത്തം കിട്ടി സാറേ, യെസ് വൈകുന്നേരം ടൈപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പക്ഷെ ഇനി ഇൻട്രസ്റ്റഡ് അല്ല സാറേ, ഐ ആം ഗോയിങ് ടു ബി കമ്മിറ്റഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ജിമ്മിൽ പോകുന്ന പരിപാടി ഇൻട്രസ്റ്റിലാണ് തുടങ്ങുന്നത്. അത് മിക്കവാറും എല്ലാ വർഷവും 1-ാം തീയതി തുടങ്ങുന്നുണ്ടാവും, കാരണം ഇൻട്രസ്റ്റഡ് ആണല്ലോ. അതേസമയം കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തി 1 മാസമോ 3 മാസമോ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിമ്മിൽ പോയില്ലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മളിവിടെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്ന് പറഞ്ഞ സാധനം ആദ്യം നിർബന്ധപൂർവ്വം ചെയ്തു തുടങ്ങി, പിന്നീട് അത് ഡെയിലി റൊട്ടീനാക്കി മാറ്റുന്നത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? കൗൺസിലിംഗ് ചെയ്യണം, പേഴ്സണൽ PV. ഇന്നിപ്പോ 8-ാം തീയതി ആലോചിച്ചു, 7-ാം തീയതി ഇതുവരെയും പേഴ്സണൽ PV ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോടാ കമ്മിറ്റഡ് എന്ന് ആലോചിക്കും. വെസ്റ്റീജിനോടും ഗൗതം പാലിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു 2-ാം തീയതി തന്നെ ചെയ്യുമെന്ന്. പക്ഷെ ഇന്നിപ്പോ 7-ാം തീയതി ആയി. ഇന്നും പല കോഴിക്കോട് പോലത്തെ DLCPകളൊക്കെ ഇന്നും തുറന്നിരിക്കുന്നുണ്ട്, പല DLCPകളും തുറക്കുന്നുണ്ട്. അവർ സൺഡേ പോലും അവരുടെ കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ് ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് അല്ലേ? ഇത്ര നാൾ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞാൻ വിശ്വാസം മേടിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നെന്ത് എക്സ്ക്യൂസ് ആണോ എനിക്ക് കണ്ടുപിടിക്കാം? അല്ലെ, ഇന്നിപ്പോ കല്യാണം ഉണ്ടല്ലോ, പിന്നെ മാമോദീസ, വിലവിളി, അടിയന്തരം, നമുക്കില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ സമൂഹത്തിൽ എന്തുമാത്രം വേണ്ടപ്പെട്ടവനാണെന്ന് സാറിന് അറിയാമോ അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? യു ആർ ഇൻട്രസ്റ്റഡ്, യു ആർ നോട്ട് കമ്മിറ്റഡ്. സോ ചെക്ക് യുവർ സെൽഫ്, ചെക്ക് യുവർ പൾസ്. Commitment is the dedication of particular goal and a willingness to get involved till succeed. എപ്പോൾ വരെ? വിജയിക്കുന്നവരെ പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കും പിന്നെ വിജയിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്താ സംശയിക്കുന്നത്? എവിടെയോ ഒരു സംശയം വന്നിട്ടുണ്ടല്ലോ. വിജയിക്കുന്നവരെ പ്രവർത്തിക്കുന്നു തീരുമാനിക്കുക. കാരണം ഞാൻ പ്രവർത്തിക്കും, വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ സംശയിക്കുന്നതിന്റെ അർത്ഥം വിജയിക്കുന്നവരെ പ്രവർത്തിച്ചാൽ മതി. ക്ലിയർ അല്ലേ? എപ്പോൾ വരെ കൂടമെടുത്ത് കല്ലിൽ അടിക്കണം എന്ന് പറഞ്ഞാൽ കല്ല് പൊട്ടുന്നവരെ, അത് 1-ാമത്തെ അടിയിലാണോ 10-ാമത്തെ അടിയിലാണോ എന്നറിയില്ല, പക്ഷെ അടിച്ചോണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് കമ്മിറ്റ്മെന്റ്. പീപ്പിൾ ഹു ആർ കമ്മിറ്റഡ് ട്രൂലി ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആരൊക്കെയാണോ അവരവരുടെ അർപ്പണ മനോഭാവത്തിൽ ഞാൻ ഈ പറഞ്ഞു പോയത് എനിക്ക് പ്രവർത്തിച്ച് കാണിച്ചേ പറ്റൂ, സമൂഹ മധ്യത്തിൽ എനിക്കുള്ള വിലയും നിലയും നിലനിർത്തണം, കുടുംബാംഗങ്ങളുടെ ഇടയിൽ എനിക്കുള്ള തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് റീബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു കമ്മിറ്റ് യുവർ സെൽഫ് ആൻഡ് ഡു ദ ആക്ടിവിറ്റീസ്. അങ്ങനെയുള്ളവർ ദേ ഷോ അപ്പ്, ഫോളോ അപ്പ് ആൻഡ് സ്റ്റിക്ക് വിത്ത് ഇറ്റ്. അവർ ചെയ്യുന്നുണ്ടാവും, പ്ലാൻ കാണിക്കുന്നുണ്ടാവും, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും, അവർ തിരിഞ്ഞ് അപ്ലൈനോട് എക്സ്ക്യൂസ് പറയുന്നുണ്ടാവില്ല. ആൻഡ് ദേ ആർ കമ്മിറ്റഡ് ടു ദംസെൽഫ്. യുവർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ഈസ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്ത് കമ്മിറ്റ്മെന്റ് ലെവൽ കാണിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സക്സസ്. അപ്പൊ സക്സസ് അളക്കാനുള്ള ഏറ്റവും നല്ല അളവ് പോലും കമ്മിറ്റ്മെന്റ് ആണ്, അല്ലാതെ ഡ്രീമിന്റെ വലിപ്പമല്ലോ. ഡ്രീമിന് വലിപ്പമുള്ള പലരും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടാവും. പക്ഷെ കമ്മിറ്റ്മെന്റിന്റെ കാര്യം വരുമ്പോൾ ഒരു അഴകുഴമ്പൻ പ്രസ്താവനകൾ അവർ നടത്തുന്നുണ്ടാവും. സാറേ അങ്ങനൊന്നും അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ കമ്മിറ്റഡ് ആണ് സാർ. പക്ഷെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും പോലും അല്ല എന്റെ സാഹചര്യം, എന്റെ സാമ്പത്തിക സ്ഥിതി, എന്റെ വിദ്യാഭ്യാസം, പിന്നെ എന്റെ കഴിവ്, സാറിനെ പോലൊക്കെ സംസാരിക്കാനുള്ള കഴിവ് കൊണ്ട് ഞാനിപ്പോ ആരായി പോയേനെ. ജനിച്ചു വീണത് നമ്മളിങ്ങനെ വായ ഓടിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങി വന്നവരാകും അല്ലേ? അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ഡിക്ലെയർസ് യുവർ ലെവൽ ഓഫ് സക്സസ്. നിങ്ങൾ വിജയിച്ചിരിക്കുന്നത് ഇപ്പോൾ എവിടം വരെ എത്തി എന്നുള്ളത് ഇതുവരെ കാണിച്ച കമ്മിറ്റ്മെന്റിന്റെ, ഇനി അങ്ങോട്ട് എവിടെ എത്തുന്നു എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതുവരെ കമ്മിറ്റഡ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു, ആ കമ്മിറ്റ്മെന്റിനുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ടോ, അടുത്ത പേച്ചക്കിലേക്ക് പോകുന്നുണ്ടോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നന്നായിട്ട് പൂണിയുന്നുണ്ടാവും. പക്ഷെ കമ്മിറ്റ്മെന്റ് കൂട്ടാതെ എങ്ങനെയാ? അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യണം? പ്രാൺ ജായേ പർ വചൻ ന ജായേ. ഇതിനെ ഇംഗ്ലീഷോ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇപ്പം ബുദ്ധിമുട്ട്. അതിന്റെ ആ ഗാംഭീര്യം ഉൾക്കൊണ്ടൊന്ന് പറഞ്ഞു നോക്കി, ഒന്ന് പറഞ്ഞു നോക്കി. പ്രാൺ ജായേ പർ വചൻ ന ജായേ എന്ന് പറഞ്ഞേ. പ്രാൺ ജായേ പർ വചൻ ന ജായേ എന്ന് പറഞ്ഞാൽ വാക്ക് പോയാലും ശരി സാറേ, ജീവൻ പോയാലും ശരി, വാക്ക് കൊടുത്തിരിക്കും സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത വാക്ക്. ഇവിടെയാണ് നമ്മളിവിടെ പറയാറുണ്ട് ഇന്റഗ്രിറ്റി എന്ന് പറയും. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാറ് മേടിക്കും, ഇന്നടുത്ത് ടൂർ കൊണ്ടുപോകും, ഇപ്പൊ വെക്കേഷനാണ്, ഈ വെക്കേഷൻ എവിടെ പോകുന്നുണ്ടോ? ഊട്ടി, കൊടൈക്കനാൽ ഊട്ടി. അവിടെ ഇപ്പൊ പോക്ക് കുറവാണ്, കാരണം പലതും നമ്മൾ കണ്ടെത്തും. അതേസമയം ലോകത്തിന് മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നും എന്താ ഇപ്പൊ ലക്ഷദ്വീപ് ഏറ്റവും മനോഹരമായിക്കൊണ്ടിരിക്കുന്നത്, 5000 രൂപ മതി വൺ വേ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്.
ശരിയല്ലേ? ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ലക്ഷദ്വീപ് പോലത്തെ ഇത്ര മനോഹരമായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള പ്രധാന പണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് വളരെ സൗകര്യമാക്കി തീർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ വെക്കേഷൻ നിന്ന് മക്കളെയും കൂട്ടിക്കൊണ്ടൊരു ലക്ഷദ്വീപ് ട്രിപ്പ് പോകാൻ പറ്റും. ഇപ്രാവശ്യം പറ്റില്ലെങ്കിൽ വേണ്ട, അടുത്ത വർഷത്തേക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കണം, പ്രാൺ ജായേ ഫോർ വചൻ ജായ, ജീവൻ പോയാലും ശരി. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇച്ചിരി പ്രാസോപ്പിച്ച് പറയുമ്പോൾ കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സത്യം 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 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ്, ഡെയിലി ആക്ഷൻ ഓർ മാസീവ് ആക്ഷൻ. ഇതാണ് ഈ കമ്മിറ്റ്മെന്റ്. ഇത്രയും നേരം എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം ഈ ഒരു സാധനം, മാഡ് മാസീവ് ആക്ഷൻ ഡെയിലി. അതിൽ വരുന്ന കുറവാണ് നിങ്ങളുടെ ലെവൽ ഓഫ് അച്ചീവ്മെന്റിന്റെയും പേ ചെക്കിന്റെയും സൈസ് പറയുന്നത്. ഇപ്പൊ ഇന്ന് 9-ാം തീയതി ആണല്ലേ, അല്ല ഇന്ന് 7-ാം തീയതി, ഇതാ 10-ാം തീയതി പേ ചെക്ക് വരാൻ പോകുന്നു. ഏത് സൈസിലുള്ള ചെക്കാണ് പേ ചെക്ക് കിട്ടാൻ പോകുന്നത് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതിന്റെ വലിപ്പം കൂടാനോ കുറയാനോ ഉണ്ടെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ അത് എന്തിന്റെ പ്രതിഫലനമാണ്? കമ്മിറ്റ്മെന്റിന്റെ പ്രതിഫലനം, അല്ലാതെ വേറെന്തിന്റെ? ചൂടിന്റെയാണോ? അല്ല, അത് പിന്നെ ഈ മാർച്ച് ഏപ്രിലിൽ ചൂട് കൂടുതലായതുകൊണ്ട്, നോമ്പായതുകൊണ്ട്. നോമ്പിനെയൊക്കെ കൂട്ടുപിടിച്ചേക്കുന്ന ഒരുപാട് പേര് എനിക്ക് നോമ്പൊക്കെ പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം നോമ്പാണ്. അപ്പൊ നോമ്പിനെ കൂട്ടുപിടിച്ചിട്ട് നോമ്പ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട്? ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ഈ ബിസിനസ്സിനെ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. യു നോ വാട്ട് യു വാണ്ട് ടു പുർസ്യൂ ഇൻ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാണ് തേടുന്നത്? എന്താണ് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ല? യു ഐഡന്റിഫൈ ദാറ്റ്. ഇറ്റ് ഈസ് ടൈം ടു മേക്ക് ആക്ഷൻ പ്ലാൻ. അത് നേടാൻ വേണ്ടിയുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റിൽ കുറവ് വരും. പലപ്പോഴും അതാണ് പ്രശ്നം. ജീവിതത്തിൽ അനിവാര്യം എന്ന് തോന്നുന്ന, അത്യന്താപേക്ഷിതം എന്ന് തോന്നുന്ന എന്തെങ്കിലും കണ്ടെത്തി അത് നേടാൻ വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ യു വിൽ ബി കമ്മിറ്റഡ്. അത് വെസ്റ്റേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. യുവർ ഗോൾ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, യു നീഡ് ടു ബി കമ്മിറ്റഡ് ടു യുവർ സെൽഫ്. നിങ്ങളോട് ആദ്യം കമ്മിറ്റ്മെന്റ് ഏറ്റുകൊണ്ട് അതിനുശേഷം മതി കുടുംബാംഗങ്ങളോടും, അതിനുശേഷം മതി ടീമിനോടും, അതിനുശേഷം മതി സമൂഹത്തോടും വിളിച്ചു പോകുന്നു. ആദ്യം നിങ്ങളോട് കമ്മിറ്റഡ് ആണ്. എനിക്ക് എന്നിൽ വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഇതുപോലൊക്കെയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഞാനും എത്തും. അങ്ങനല്ല, ഞാൻ ഇതായതുകൊണ്ട് ഇതെല്ലാം സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായി വരും. സാഹചര്യങ്ങൾ അനുകൂലമായിട്ടല്ല ആരെങ്കിലും നേടുന്നത്. ഞാൻ അതിനെപ്പറ്റി ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് പറ്റുന്ന സാഹചര്യം, അതിന് പറ്റിയ ആൾക്കാർ, ഇതെല്ലാം എന്നോടൊപ്പം വന്നു ചേരും. അപ്പോഴാണ് ഒറ്റൊരു കാര്യം, മാസീവ് ആക്ഷൻ ഡെയിലി. എന്തോന്ന് മാസീവ് ആക്ഷനൊക്കെ ഉണ്ട് എപ്പോഴാണ്? മാസത്തിൽ 2 പ്രാവശ്യം, കൂടി വന്നാൽ 4 പ്രാവശ്യം. ഇതങ്ങനെയല്ല പറഞ്ഞ മാഡ് മാസീവ് ആക്ഷൻ ഡെയിലി. ഡെയിലി ആളെ പ്ലാൻ കാണിക്കാം. ഡെയിലി ആളുകൾക്ക് പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, ചെയ്യാം. അവിടെയാണ് മാഡ്. ക്ലിയർ ആണോ? മറ്റോ ഇൻട്രസ്റ്റഡ്, ഹോബി, ഇതോ ദിസ് ഇസ് മൈ പ്രൊഫഷൻ, ദിസ് ഇസ് മൈ കമ്മിറ്റ്മെന്റ്, നോ എക്സ്ക്യൂസ് പ്ലീസ്.